ചേട്ടൻ അറിയപ്പെടുന്ന JD ബ്രാൻഡ് അംബാസിഡർ എന്നാണ് അറിയപ്പെടുന്നത്. JDയോട് എന്താ ഇത്ര ഇഷ്ടം? അവിടുന്ന് ഒരു ജാക്ക് ഡാനിയൽസിന്റെ ബോട്ടിൽ നാട്ടിൽ കൊണ്ടുവരികയും അപ്പൊ അതെങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇടുകയായിരുന്നു. ലൈം ഹണിയൊക്കെ ചേർത്തിട്ട് ഹെൽത്തി ആയിട്ട് ഡ്രിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പക്ഷെ അതിനകത്ത് വന്നത് കമന്റ്സ് എന്ന് പറഞ്ഞാല് ഈ കുടികാരനെ അല്ലാതെ കള്ളുടിനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ ആറ്റുകാൽ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള. അല്ല, അങ്ങനെ ചെയ്യുമ്പോൾ ചേട്ടൻ ഒരു ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നാറുണ്ട്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേട്ടാ നമസ്കാരം. ഞാൻ ഇൻട്രോയില് പറഞ്ഞല്ലോ JD. ഇപ്പൊ JD പറയാൻ പറ്റത്തില്ല, ചേട്ടൻ ബിഗൻസ് ക്യാമറ പറഞ്ഞു കഴിഞ്ഞു വ്രതത്തിലാണെന്ന്. എങ്കിലും നമ്മൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ. തീർച്ചയായിട്ടും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ നമ്മള് ഇരിക്കുന്നത് തന്നെ കടക്കലിലാണ്. കാര്യം ഒരു ഇനാഗ്രേഷന്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോ ചേട്ടൻ ഇന്റർവ്യൂ എടുക്കുന്നത്. പുറത്ത് പാട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും താങ്ക് യു സോ മച്ച് ചേട്ടാ, നമുക്കൊരു ഇന്റർവ്യൂ തരാൻ ആ ഒരു മനസ്സ് കാണിച്ചത്. പറയാട്ടോ, എങ്ങനെയുണ്ട് 2023 എങ്ങനെ ഉണ്ടായിരുന്നു? 2024 ഇപ്പൊ നമ്മള് വന്നു. 24 കടന്നപ്പോ ഇപ്പൊ ഒരു 11-ാം തീയതിയിലേക്ക് വന്നു നമ്മള്. അപ്പൊ പക്ഷെ ആ 11-ാം തീയതി കൊണ്ട് ഒരു 10-18 ഇനോഗ്രേഷൻസ് കഴിഞ്ഞു. 11 ദിവസത്തിനുള്ളിൽ 2023 എത്ര ചെയ്തു? സത്യം കൗണ്ട് ചെയ്യാറില്ല. ഇതിപ്പോ തുടക്കമായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യും. ജനുവരി തുടങ്ങിയല്ലേ ഉള്ളു, അപ്പൊ നമ്മള് കൗണ്ട് ചെയ്യും. ചേട്ടാ എല്ലാം പറയാൻ കേട്ടോ. കാര്യം എന്ന് വെച്ചാല് ചില ആൾക്കാർക്ക് ജലസി കൂടിയിട്ട് അയ്യോ അവൻ ഇത്രയും ഉണ്ടോന്ന് ചോദിക്കും. അത് നല്ലതിനായിരിക്കും പറയുന്നത്, പക്ഷെ അത് ചേട്ടനെ ബാധിക്കും. അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയണ്ട. പിന്നെ ചേട്ടാ നമ്മൾ തമ്മിൽ ഏതാണ്ട് ഒരു 10-15ഓളം സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ അപ്പിയറൻസ് കറക്റ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? കാര്യം കുടിക്കുക കഴിക്കുക ഇതൊക്കെയാണ് നിങ്ങളുടെ വീഡിയോ ഫുള്ള്. പക്ഷെ കറക്റ്റ് ബോഡി എങ്ങനെ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയാണ്? ഞാൻ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം. എന്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിമ്മില് വർക്കൗട്ട് കുറവാണ്. സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട്. രാവിലെ എണീറ്റ് സൂര്യനെ കണ്ട സൂര്യ നമസ്കാരം അതല്ല, പക്ഷെ നമസ്കാരം ആ നമസ്കാരമല്ല, സൂര്യ നമസ്കാരം ചെയ്യാം. അതുകൊണ്ട് ഒരു ഫ്ലെക്സിബിലിറ്റിയും ബോഡിക്ക് ഒരു ഭയങ്കര ഷേപ്പ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. കൂടുന്നില്ല, കുറയുന്നില്ല, ടച്ച് വേറെ അസുഖങ്ങളൊന്നും വരാതെ, പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല ഇതുവരെ. പെട്ടെന്ന് ഇനി എന്തെങ്കിലും കയറി വരുമെന്നാണ്. ചേട്ടാ അറിയപ്പെടുന്ന JD ബ്രാൻഡ് അംബാസിഡർ എന്നാണ് അറിയപ്പെടുന്നത്. JDയോട് എന്താ ഇത്ര ഇഷ്ടം? JD എന്ന് പറയുന്നത് JD എന്താന്ന് പറയണേ? JD എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ജാക്ക് ഡാനിയൽസ് ആണ്. ജാക്ക് ഡാനിയൽസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്നെ ഞാനാക്കിയ ഒരു ബ്രാൻഡാണ് JD. JDക്കും ബ്രാൻഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഒരു പ്രാവശ്യം വിദേശ പര്യടനത്തിനിടയിൽ ജാക്ക് ഡാനിയൽസിന്റെ ആ ഒരു നമ്മുടെ ഡിസ്റ്റിലറിയിൽ പോയ ഇടയായി. വർഷങ്ങൾക്ക് മുമ്പാണ് ഏരീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അവിടുന്ന് ഒരു ജാക്ക് ഡാനിയൽസിന്റെ ബോട്ടിൽ നാട്ടിൽ കൊണ്ടുവരികയും അപ്പൊ അതെങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇടുകയായിരുന്നു. ലൈം ഹണിയൊക്കെ ചേർത്തിട്ട് ഹെൽത്തി ആയിട്ട് ഡ്രിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ ആ ഒരു വീഡിയോ ആൾക്കാർ ഏറ്റെടുക്കുകയും അത് ആദ്യമായിട്ട് ആ വീഡിയോ വരുന്നത് GNPC എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ്സിൽ നിന്ന് പറയും പ്ലേറ്റിലൊക്കെ അറിയുന്ന ഗ്രൂപ്പിലാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ ആ വീഡിയോ വരിക, അത് വൈറലാകും. ഒരു ദിവസം കൊണ്ട് ഗ്രൂപ്പ് മില്യൺസ് ഓഫ് ആൾക്കാരിലേക്ക് എത്തുകയും മെമ്പേഴ്സ് കൂടുകയും അപ്പൊ അങ്ങനെ വൈറലായ ഒരാളാണ്. അപ്പൊ ഞാൻ ആദ്യകാലത്ത് എന്റെ വീഡിയോകൾ GNPC ഗ്രൂപ്പിൽ, ഫേസ്ബുക്ക് കൂട്ടായ്മയാണല്ലോ, 2.2 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഗ്രൂപ്പാണ്. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പാണ്. അപ്പൊ അത്രയും ഗ്രൂപ്പിലേക്ക് വരും സ്ഥിരം JD വീഡിയോസ് ആണ് ഇട്ടത്. അങ്ങനെയാണ് ആൾക്കാർ JD മാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ മല്ലു JD എന്ന് വിളിക്കാൻ തുടങ്ങി, JD എണ്ണ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു പേര്, നമ്മൾ സ്വന്തമായിട്ട് ഇട്ട പേരല്ല, ആൾക്കാർ തന്ന പേരാണ്, വീണ പേരാണ്. അതാണ് ഈ JD എന്ന് പറയുന്നത്. ചേട്ടാ അതുപോലെ തന്നെ ഇപ്പം JDയുടെ കഥ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ളത് ഇപ്പം എന്തായാലും അസാമിയാണെങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ചേട്ടന്റെ ഒരു വീഡിയോ അത് ഇൻസ്റ്റയിലിട്ട് ഭയങ്കര വൈറലായി. അതായത് ഏഴുമല പൂഞ്ചോല, അതിനകത്ത് സിൽക്ക് സ്മിതയും അതുപോലെ തന്നെ ലാലേട്ടനും. ഈ സിൽക്കിന്റെ കഥാപാത്രം ചെയ്ത ആളിനെ കുറിച്ച് ഭയങ്കര പരാമർശങ്ങളും ചേട്ടനെ കുറിച്ച് ഭയങ്കര പരാമർശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചേട്ടൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആ മെസ്സേജുകൾ കണ്ടത് ഇന്നലെയാണ് ഞാനത് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റഡി ചെയ്ത്. അതിനകത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചാല് ഇവന് വേറെന്തോ പരിപാടിയാണ്. ഇവൻ എന്തിനാണ് ഇങ്ങനെ പെണ്ണുങ്ങളെ നേവൽസ് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോസ് എടുക്കുന്നത്? ഇവന് കുടുംബമില്ലേ, കുട്ടികളില്ലേ, അല്ലെങ്കിൽ കുടുംബക്കാർക്ക് ഇത് കാണണ്ടേ, ഇത് കുടുംബക്കാരെ കാണിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാശിന്റെ അഹങ്കാരമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അവരോട് എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു വീഡിയോ കാരണം എനിക്ക് ഒരു മോഡല്, എന്നോട് അഭിനയിച്ച ആർഷ എന്ന മോഡൽ എനിക്കൊരു മെസ്സേജ് അയക്കുകയാണ്, ചേട്ടനായിട്ടൊരു വീഡിയോ ചെയ്യണം. അപ്പൊ അങ്ങനെ പുള്ളിക്കാരി ഞാനായിട്ട് ഡിസ്കസ് ചെയ്ത് സജഷൻ വന്നൊരു റീലാണ് അത്. കാരണം പുള്ളിക്കാരി ബോൾഡ് മോഡലാണ്. ബോൾഡ് മോഡൽ എന്നുള്ള കാറ്റഗറി എത്ര പേർക്ക് അറിയാമെന്നുള്ള അങ്ങനെ ഒരു മോഡൽ കാറ്റഗറി ഉണ്ട്. അപ്പൊ ബോൾഡ് ആയിട്ടുള്ള ഷൂട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു, ആളത് ചെയ്ത് വീഡിയോ 8 നിമിഷങ്ങൾക്ക് കൊണ്ട് വൈറലാവുകയും ബില്യൺസ് ഓഫ് ആൾക്കാരിൽ അത് എത്തുകയും ചെയ്തത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ടിക്ടോക്ക്
എല്ലാം വഴി ഭയങ്കരമായിട്ടുള്ള റീച്ച് വരുന്നു. ഈ പറഞ്ഞ ആദ്യത്തെ കുറെ കമന്റ്സ് ഒക്കെ നമ്മൾ നോക്കുമായിരുന്നു. പക്ഷെ അനീഷ് പറയുന്ന തരത്തിലുള്ള കമന്റ്സിനോട് എനിക്ക് പ്രതികരിക്കാനുള്ളത്, കാരണം ഇതൊരു സിനിമയിലെ ഒരു സോങ്ങിന്റെ റിക്രിയേഷനാണ്. സിനിമയിൽ വന്നതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് എത്രത്തോളം നമുക്ക് കോസ്റ്റ്യൂമോ ആ സാധനങ്ങൾ അതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അല്ലാതെ അതുപോലെ ഒരിക്കലും ലാലേട്ടനെ പോലെ സുൽസുനെ പോലെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, അവർക്ക് മാത്രമേ പറ്റൂ. പക്ഷെ ആ ചെയ്ത റിക്രിയേഷനെ അത് നെഗറ്റീവായിട്ട് കാണുകയാണെങ്കിൽ അതിങ്ങനെ ക്ലീവേജ് ഉണ്ടെന്നും അങ്ങനെയൊക്കെ പറയാം. കുറെ പേര് എന്നെ അതിൻ്റെ അകത്ത് മറ്റേ കരടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. കാരണം ഹെയറി ബോഡിയൊക്കെ ആയതുകൊണ്ട് അതൊരു കുറ്റമൊന്നുമല്ലല്ലോ. അതൊരു അങ്ങനെ കുറെ ബോഡി ഷേവിങ് ആ കുട്ടിക്കും വരുന്നുണ്ട്, അയാൾക്കും എനിക്കും ഒക്കെ ബോഡി ഷേവിങ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് കയറിയാറില്ല. കാരണം ഞാനിത് എന്റെ വീഡിയോസ് ഒക്കെ ചെയ്ത ഫസ്റ്റ് കാണിക്കുന്നത് എന്റെ ഫാമിലിയാണ്. കാണിച്ചിട്ട് അവരെ കാണിച്ചിട്ടാണ് 90% വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇത് ഒരു സിനിമയിൽ വന്ന ഒരു സാധനം നമ്മൾ റീക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം അതിൻ്റെ അകത്ത് പിന്നെ പ്രത്യേകിച്ച് എന്താണ് പറയാനുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. അല്ല, നമ്മൾ പുതുതായിട്ട് ഒരു ഏഴുമല പൂഞ്ചോല കൾച്ചർ ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഓക്കെ, സിനിമയിൽ വന്ന് അതുപോലെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം അതുപോലെ ഒരു കരിങ്കൽ കോറയിൽ പോയിട്ട് അങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ചേട്ടാ, അതുപോലെ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ ആറ്റുകാൽ ഇപ്പൊ കഴിഞ്ഞ വർഷം ഗസ്റ്റ് ആയിട്ട് പോയായിരുന്നു ആറ്റുകാലിൽ പൊങ്കാലയ്ക്ക്. അപ്പൊ അതിലും നെഗറ്റീവ് കമന്റ്സ് മാത്രമേ ചേട്ടൻ വന്നത്. കാര്യം ഇവർക്ക് വേറെ ആരെയും വിളിക്കാൻ കിട്ടിയില്ലേ? കാരണം ഫുള്ള് ഞാൻ ചേട്ടൻ നെഗറ്റീവ് കമന്റ്സ് കുറെ വായിച്ചായിരുന്നു, ഞാനും കൊടുത്ത റിപ്ലൈ. പക്ഷെ അതിനകത്ത് വന്നത് കമന്റ്സ് എന്ന് പറഞ്ഞാല് ഈ കുടികാരനെ അല്ലാതെ കള്ളുടിനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ ആറ്റുകാൽ എന്ന് പറയുന്ന ഇത്രയും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുവരാന്നുള്ളത്. എന്താണ് ചേട്ടാ ഈ പറയുന്നവര് കുടിക്കുന്നവരായിരിക്കുമല്ലോ, ചേട്ടൻ എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ അവര് അമ്പലത്തിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് പേര് സ്കൂളിൽ വിളിക്കുന്നുണ്ട്. അതെ അതെ അതെ. നാളെ AJ കോളേജിന്റെ അവരുടെ യൂണിയൻ ഇനോഗ്രേഷനാണ്. അപ്പൊ കുറെ കുട്ടികൾ യുവതലമുറ പഠിക്കുന്നതാണ്. അവർ വിളിക്കുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ചില 80 ഒരിക്കലും പറയാനില്ല, ഈ ഒരു 70കളിലെയും പിന്നെ 90കളിലെ വസന്തങ്ങളുണ്ടല്ലോ, 90 മുകളിലുള്ള 80 വസന്തങ്ങൾ അല്ലെങ്കിൽ അതൊരു 70 ആ വസന്തങ്ങളുടെ ചില ഫ്രസ്ട്രേഷനാണ് എന്നാണ് ഞാനത് കാണുന്നത്. കാരണം ഈ എന്റെ അടുത്ത് ഞാൻ എക്സൈസ് കേസ് എടുത്തായിരുന്നല്ലോ. അപ്പം ഞാൻ മൊഴി കൊടുക്കാനായിട്ട് മറ്റേ സ്റ്റേഷൻ ജാമ്യം, പെറ്റി കേസാണല്ലോ, സ്റ്റേഷൻ ജാമ്യം വിടാനായിട്ട് അവിടെ പോയി. അപ്പൊ അവിടെ പോയപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്റെ പേര് പറയാൻ പറ്റില്ല, എന്റെ ഇത് എഴുതിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. ഞാൻ കഷ്ടപ്പെട്ട് എത്ര വർഷം പഠിച്ച് PSC എഴുതി, ഞാൻ കുറേ വർഷം പഠിച്ചിട്ട് PSC എഴുതി എടുത്ത് ജോലി കിട്ടി, ഇത്രയും വർഷം റിട്ടയർ ആവാൻ പുള്ളി കുറച്ച് മാസങ്ങളേ ഉള്ളൂ ആവാറേ. പക്ഷെ ഞാൻ ഇന്നേ വരെ JD എന്നുള്ള ബ്രാൻഡ് ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ അത് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്, ഒരു പെൺകുട്ടി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നിങ്ങൾ സ്ഥിരം ഒരു 10-20 ബോട്ടിലും വെച്ച് അത് അടിക്കുന്നു, കുടിക്കുന്നു, അത് ചെയ്യുന്നു. നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് നിങ്ങൾ എന്താ പഠിച്ചപ്പോ ഞാൻ ചേട്ടാ, എനിക്ക് 3 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, MBA കേരള യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ സാധനം ഉണ്ടോ. നമ്മളിപ്പോ അങ്ങനെ ഇപ്പൊ ചേട്ടന് അന്നത്തെ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള, എന്റെ അച്ഛനും സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അതായത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രാൻഡ്, അല്ലെങ്കിൽ ചേട്ടന്റെ ഒരു മോഹിപ്പിക്കുന്ന സാധനം. എന്നെ മോഹിപ്പിക്കുന്ന അതൊന്നുമല്ല, എനിക്ക് ലോകം കാണണം, എനിക്ക് ഒരുപാട് സഞ്ചരിക്കണം എന്നുള്ളതാണ് എന്റെ ഇഷ്ടം. ഒരുപാട് പുതിയ ആൾക്കാരെ കാണണം, പുതിയ കാര്യങ്ങൾ പരിചയപ്പെടണം, ഒരുപാട് നല്ല സ്ഥലങ്ങളിൽ പോകണം, ഒരുപാട് നല്ല പുതിയ ഭക്ഷണങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അതാണ് എന്റെ ഇഷ്ടം, അത് എന്റെ പാഷനായിട്ട്. എനിക്ക് വേറെ ജോലിയുണ്ട്, ഒരു കമ്പനിയുടെ CEO ആണ് ഞാൻ. എന്റെ ഇഷ്ടമായിട്ട് അങ്ങനെ പോയി നടന്നു. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു. പുള്ളി ഓരോ കാര്യങ്ങളും, നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടും, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് എത്ര കിട്ടും, ഫേസ്ബുക്കിൽ നിന്ന് എത്ര കിട്ടും, ഇൻകം ടാക്സ് ഓഫീസർ ആ രീതിയിലുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അവസാനം പുള്ളി സമ്മതിച്ചു, കേട്ടോ ആൾക്കാർ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇതുണ്ട്, ഫ്രസ്ട്രേഷൻ. പക്ഷെ എന്നാ നിങ്ങൾ വലിയ ഇഷ്ടമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലാട്ടാ, ഈ കേസ് എടുക്കുന്ന ആരും കംപ്ലൈന്റ് കൊടുത്തിട്ട് ഈ നമ്മുടെ JD എല്ലാം നിരത്തി വെച്ചിട്ടുള്ള കേസായിരുന്നു. അയ്യോ, ഒന്നുമല്ല. ഞാൻ JD നിരത്തി വെച്ച വീഡിയോ ഒക്കെ ദുബായിലാണ്. ദുബായിൽ എത്ര മദ്യം വേണോ നമുക്ക് സൂക്ഷിക്കുകയോ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ഞാനൊരു ബാറിന്റെ ഇനോഗ്രേഷൻ വിളിച്ചു. ആ ബാറിന്റെ ഇനോഗ്രേഷൻ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ ഇനോഗ്രേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ അതിനൊരു വീഡിയോ ഇടും. ഒരു കൊല്ലത്തുള്ള ഒരു റെസ്റ്റോ ബാറാണ് റെനോവേറ്റ് ചെയ്ത്, കേരളത്തിലെ ഏറ്റവും വലിയൊരു റെസ്റ്റോ, ഭയങ്കര സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള. അപ്പൊ അതിന് തന്നെയാണ് അവർ വിളിച്ചത്. ഞാൻ ഇനോഗ്രേറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ട് നമ്മൾ അതിന്റെ വീഡിയോ ഇടണ്ടേ? തീർച്ചയായിട്ടും. നമ്മളെ വിളിക്കുന്നത് എന്തിനാണ്? വീഡിയോ എടുക്കാൻ, പ്രൊമോഷനും കൂടെ വേണ്ടിയിട്ടാണ്. ഇനോഗ്രേഷനും കിട്ടണം, ഒരു പ്രൊമോഷൻ. ദേവസ്വം തൊട്ട് സ്ഥാപനമൊന്നും മോശമായിട്ട് പോയിട്ടല്ല. അതെനിക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. എല്ലാം കയറി വന്നിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടും വിളിക്കുന്നത് 2 കാര്യങ്ങളാവും. അപ്പം ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ. വീഡിയോ വൈറലായി. ബാറിന്റെ ഇവിടെ വ്യവസായം നമ്മളിടുന്ന വീഡിയോ എല്ലാം മില്യൺസ് വൈറലായപ്പം ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം എക്സൈസ് സ്വമേധയാ കേസ് എടുത്തത്.
കേസെടുത്തത് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ബാറിനെ പ്രൊമോട്ട് ചെയ്തു 55H പ്രകാരം ബെയിലബിൾ ഒഫൻസ്. എക്സൈസ് ഡയറക്ടറിനാണ് എടുത്ത കേസ്? ഡയറക്ടറുടെ കേസ് ഈ വീഡിയോസ് എല്ലാം കാണിച്ചു കൊടുക്കാൻ എന്തായാലും ചെയ്യില്ലല്ലോ. തീർച്ചയായിട്ടും അവർ കണ്ടിട്ടായിരിക്കും, എക്സൈസ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പം എനിക്കറിയാൻ പറ്റിയത് രണ്ട് കാര്യങ്ങളാണ്. അതില് മേ ബി അതൊരു കുറ്റകരം. നമ്മളെ നിയമത്തെ, ഞാനിപ്പോ എക്സൈസിനെയും അല്ലെങ്കിൽ ഗവൺമെന്റിനെയും അങ്ങനെ ഒന്നും പേടിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് നിയമത്തെ ബഹുമാനമാണ്, അതിനെ നമ്മൾ പേടിക്കുന്ന ഒരാളാണ്. തെറ്റിയതിലെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അല്ലാതെ ഇവരൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പം രണ്ടെണ്ണം അടിച്ചെന്ന് പറഞ്ഞവരെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ അടിച്ചിട്ട് വെള്ളം ഓടിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ പേടിക്കണം. തീർച്ചയായിട്ടും ഓടിക്കാൻ പാടില്ലാത്ത അത് നമ്മൾ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അല്ലാതെ നമ്മളിപ്പോ എന്താ പറയാ, രാജാവിനെ നമ്മൾ പേടിക്കണം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ നിയമത്തെ നമ്മൾ പേടിക്കണം. അതിനൊരു വേറൊരു വെർഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ആനയെ നമ്മൾ പേടിക്കണം എന്നുള്ളതാണ്. ആനയെ പേടിക്കണം, ആന പിണ്ടത്തെ പേടിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആന പാപ്പനെ പേടിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു പഴഞ്ചൊല്ല് പറയുന്നത്. അല്ലെങ്കിൽ രാജാവിനെ പ്രജകളെ പേടിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ രാജാവിനെ കൂടിയിരിക്കുന്ന കുന്തം കൊണ്ടിരിക്കുന്ന ആളെ പേടിക്കണം എന്നുള്ളതാണ്. ചേട്ടൻ പറയാൻ വന്നത് അത് എന്താണ് മനസ്സിലായി. അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ എനിക്കൊരു കേസ് എടുത്തു. ഈ ഒരു സംഭവം പെറ്റി കേസായിരുന്നു. ഞാൻ പോയി ID പ്രൂഫ് കൊടുത്തു, സ്റ്റേഷൻ ബെയിലിൽ വിട്ടേക്കുന്ന കേസാണ്. വലിയ വാർത്തകൾ വന്നു, ഭയങ്കര വാർത്ത. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 കോടി രൂപ ചെലവാക്കി പരസ്യം ചെയ്താൽ പോലും കിട്ടാത്ത പബ്ലിസിറ്റി. കേരളത്തിലെ പ്രമുഖ വ്ളോഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അറസ്റ്റിൽ, റിമാൻഡിൽ, അങ്ങനെ പറഞ്ഞില്ല, അറസ്റ്റിലായില്ല, വന്നു. പക്ഷെ വാർത്തകൾ വന്നു അതൊക്കെ. പക്ഷെ ഞാനത് കാണിക്കണമെന്നുണ്ടായിരുന്നു. വാർത്തകൾ വന്നു, റിമാൻഡിൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. മുകേഷ് അംദാറിനെ കുറെ കുപ്പികളായിട്ട് പിടിക്കും, എക്സൈസ് കൊണ്ടുപോയി. വാർത്തകളൊന്നും വീഡിയോ ഒന്നും കണ്ടില്ലായിരുന്നോ? അല്ലല്ല, അത് പിന്നെ ബാറിലെ ചേട്ടന്റെ ഫോട്ടോ വെച്ചിട്ട് പ്രമുഖമായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഫോട്ടോ മാത്രം വെച്ചിട്ട് ചുമ്മാ സംസാരിച്ചു. പക്ഷെ അതിനകത്ത് കമന്റ്സ് എല്ലാം പോസിറ്റീവ് ആയിരുന്നു ചേട്ടന്. തീർച്ചയായിട്ടും പബ്ലിക്കിന് അറിയാലോ, പോസിറ്റീവ് ആയിരുന്നു. ആക്ച്വലി കേസ് എടുത്തത് എന്തിനെ കുറിച്ചാണ്? നമ്മൾ ബാർ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമുക്കൊരാളുടെ വീട്ടിൽ 3 ലിറ്റർ മദ്യം സൂക്ഷിക്കുന്നതിന് വേണ്ട, അങ്ങനെയുണ്ടോ? പിന്നെ നിയമവിധേയമായി നമുക്ക് ഒരാളുടെ വീട്ടിൽ 3 ലിറ്റർ മദ്യം സൂക്ഷിക്കാം. അത് FMFL ആയാലും IMFL ആയാലും. IMFL FML എന്ന് 2 കാറ്റഗറി ഉണ്ട്. ഈ എക്സൈസിന്റെ ഫുള്ള് നിയമം പഠിച്ചു വെച്ചിരിക്കുകയാണോ? തീർച്ചയായിട്ടും. അല്ലെ, നമ്മൾ നിയമം അറിയാമെങ്കിലല്ലേ അതിനെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മള് ഒരിക്കലും കൊണ്ടുനടക്കാൻ പറ്റില്ല. ഒരിക്കലും ഇല്ല. ഞാൻ ഇനി എന്റെ 3 പോസ്റ്റ് ഗ്രാജുവേഷൻ, അടുത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ ലോ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ഈവനിങ് എങ്കിലും പോയി ഒരു ലോ ചെയ്യണമെന്നാണ് എന്റെ. സ്വന്തമായിട്ട് വക്കീലിന് ഇനി വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ വാദിച്ചോളാന്നുള്ളത്. എനിക്ക് ചിരി വന്ന ഇപ്പോഴും എക്സൈസ് ഓഫീസർ വെച്ച് അങ്ങനെ ഒരു ബിരുദം ഉണ്ടോ എന്ന് ചോദിച്ചത്. അങ്ങനെയല്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിനോട് ഞാന് സീരിയസ് ആയിട്ട് പുള്ളി പറഞ്ഞ വേർഡ് ഇങ്ങനെ, ഞാന് കഷ്ടപ്പെട്ട് പഠിച്ച് കോളേജിൽ പോയി ഒരു ക്ലാസ് പോലും മിസ്സാവാതെ പഠിച്ച് എല്ലാ ക്ലാസ്സിലും പോയി, ഞാൻ PSC പോയി എഴുതിയെടുത്ത് PSC ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടി. ഇപ്പൊ ഞാൻ എക്സൈസിന്റെ ആ ഒരു പോസ്റ്റിൽ നിന്നാണ് റിട്ടയർ ആവാൻ പോകുന്നത്. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു JD കഴിക്കാൻ പറ്റിയിട്ടില്ല. ആരും എനിക്ക് കൊണ്ട് തന്നിട്ടില്ല, എനിക്ക് വാങ്ങിക്കാൻ അഫോർഡ് ചെയ്യാനും പറ്റിയിട്ടില്ല. JDക്ക് എന്തോ വില വരുന്നത്? പല വിലയിലുള്ള JD ഉണ്ട്. JDക്ക് എന്താ വില വരുന്നത്? സ്റ്റാർട്ടിംഗ് ടു 5,000 മുതൽ, ഇന്ത്യൻ പ്രൈസ് നോക്കുകയാണെങ്കിൽ 5,000 മുതൽ അങ്ങോട്ട് ഏകദേശം JD ഒരു 5 lakhs വരെയുള്ള ജാക്ക് ഡാനിയൽസ് ഉണ്ട്. കഴിക്കുന്ന JD അങ്ങനെ ഇല്ല. 5 lakhs കാണിച്ചിട്ടുണ്ടോ ഇതുവരെ നമ്മുടെ വീഡിയോയിൽ? ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ? ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ചേട്ടാ ഒരു ഷോപ്പിലെ പ്രൊമോഷൻ പോയിട്ടുണ്ടായിരുന്നു. അതായത് പക്ഷേ നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന പാൻറ്റീസിന്റെ ബ്രാൻഡ് ഒക്കെ ഒരു കമ്പനി ശേഖരത്തിന്റെ ഒരു കൂടെ ഒരു കോ ആങ്കർ ഉണ്ടായിരുന്നു, കോ സപ്പോർട്ടർ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ അവരെ വെച്ചിട്ട് ഈ നമുക്ക് അതിന് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ ചെയ്തൊന്നും ചേട്ടൻ ഷോർട്സ് ഇട്ടുകൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു. അത് ജെൻസിന്റെ ഉണ്ടായിരുന്നു. കാണിച്ചെന്നൊക്കെ ഭയങ്കര വിവാദങ്ങള് പുറത്തുണ്ടായി. ചേട്ടനത് മൈൻഡ് ചെയ്യത്തില്ലെന്ന് അറിയാം. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ഇന്റർവ്യൂസ് അതൊക്കെ അല്ലേ നോക്കുന്നത്. പക്ഷെ അതിനെ കുറിച്ച് എന്തെങ്കിലും വീട്ടിലോ നാട്ടിലോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചർച്ച ചെയ്യാം? എന്നെ 2-3 വിളിച്ച ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് അത്. ഇപ്പം എനിക്ക് തോന്നുന്നു കൊളംബിയ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, അത് അമേരിക്ക ബേസ്ഡ് ബ്രാൻഡാണ്. അപ്പൊ അവര് ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ ഒരു ഇൻഫ്ലുവൻസറെ അല്ലെങ്കിൽ ഒരാളെ വെച്ചിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യുന്നത് ഞാനാണ്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതുവരെ അവർ ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ തന്നെ 1-2 പേരെ വെച്ചിട്ട് അവർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവര് ആ ഒരു സാധനത്തിൽ എനിക്ക് പാർട്ടാവാൻ പറ്റിയതിന് വലിയ കാര്യമാണ്. അവരുടെ തന്നെ ഒരു ഇന്നർവെയർ ഷോപ്പായിരുന്നു എന്നെ ഈ ഇതിന് വിളിച്ചത്. ഇപ്പൊ കൊളംബിയയിൽ തന്നെ, അപ്പൊ കൊളംബിയ പോലെ ഒരു ബ്രാൻഡ് തന്നെ ഞാൻ കൊളംബിയയോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇവിടെ വേറെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഒരുപാട് ആക്ടർമാരുണ്ട്, ആക്ട്രസ്മാരുണ്ട്, ഞാൻ പറയുന്ന റേറ്റ് സംബന്ധിച്ചിട്ടാണ് അവർ പറയുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ചൂസ് ചെയ്യുന്നു? അപ്പൊ അവരുടെ മനസ്സിൽ അവർ പറയുന്നത്, നിങ്ങൾ ഒരു പ്രൊമോഷൻ കൺസീവ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ എടുക്കുന്ന ഒരു എഫേർട്ടും, അതിന് വരുന്ന റീച്ചിനപ്പുറം വരുന്ന സെയിൽസ് കൺവേർഷൻ, ആ കൺവേർഷനാണ് അവർക്ക്
ഒരു വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് അത് കണ്ട് ആൾക്കാർ ആ സാധനം മേടിക്കുമ്പോഴാണ് നമ്മൾ ആ വീഡിയോ ചെയ്യിപ്പിച്ച പ്രൊമോഷൻ ചെയ്യിച്ച ആൾക്ക് അതിന്റെ ഗുണവും. അല്ലാതെ എന്ത് ഗുണമാണുള്ളത്? റീച്ച് കിട്ടിയിട്ട് വല്ല ഗുണമാണോ? ആൾക്കാർ അറിഞ്ഞു എന്നുള്ളത്. അയാളുടെ പോക്കറ്റിലേക്ക് കാശ് വന്നാലേ അയാൾക്ക് ഗുണമുള്ളൂ. എനിക്ക് 2-3 ലക്ഷം രൂപ പ്രൊമോഷൻ തന്നു, അയാൾക്ക് അതുകൊണ്ടൊരു 50 ലക്ഷം രൂപ കിട്ടിയ അയാൾക്ക് ലാഭമല്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ, അല്ലാതെ നമുക്കും പൈസ തന്നു അയാൾക്ക് അത് കണ്ടിട്ട് ആൾക്കാരെ ഒന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഒരു കാര്യമില്ല. ഇല്ല. അല്ല, അങ്ങനെ ചെയ്യുമ്പോൾ ചേട്ടൻ ഒരു ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നാറുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പൊ ഈ ഒരു അണ്ടർ ഗാർമെന്റ്സിന്റെ ബ്രാൻഡ് അവർ പ്രൊമോഷൻ വന്നു. അപ്പൊ അവരെന്നോട് സജസ്റ്റ് ചെയ്തു, ബൈ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാൻഡിനെ കൊണ്ട് ഇൻഫ്ലുവൻസറെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതൊരു ഫീമെയിൽ ബ്രാൻഡ് ഉൾപ്പെടെ ഉണ്ട്, മെയിൽ ഇൻഫ്ലുവൻസറെ കൊണ്ട് ചെയ്യിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടത്, കാരണം ആ ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ട് പുള്ളിയുടെ കയ്യിൽ ഏകദേശം 1 വർഷമായിട്ട് സെയിൽ എന്ന് പറയുന്നത് പുള്ളിക്ക് ടോട്ടൽ സെയിൽ ഇതുവരെ ഒരു 1.5-2 ലക്ഷം രൂപ നടന്നതാണ്. ഇത് അത്ര ഇതാണ്. അതുകൊണ്ട് പുള്ളി 40% ഓഫിലാണ് സാധനം കൊടുക്കാനായിട്ട് എടുത്തു വരുന്നത്. അതിനെ കുറിച്ചൊരു വീഡിയോ വേണം. എനിക്ക് നിവൃത്തിയില്ല. ചേട്ടൻ പറയുന്ന ഫണ്ട് എനിക്ക് തരാം, കാരണം കമ്പനിയിൽ നിന്ന് പ്രഷറുണ്ട്. കാരണം കമ്പനി സാധനമാണല്ലോ പുള്ളി ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്നത്, കെട്ടിക്കിടക്കുന്നത്. പ്രഷറുണ്ട്, ഈ സാധനം സെയിലാക്കണം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം, പൂട്ടുക എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. പുള്ളിയെ വേണമെങ്കിൽ ഞാൻ നമ്പർ തരാം, അല്ലെങ്കിൽ നിങ്ങൾ പുള്ളിയുടെ ഇന്റർവ്യൂ എടുത്തത്. പൂട്ടുക ചേട്ടാ, ഈ മാസം കൂടെ ഞാൻ നോക്കില്ല, ഞാൻ പൂട്ടും. അപ്പൊ ഞാൻ 1 മാസമായിട്ട് ലാഗ് ചെയ്തു. എനിക്ക് വേണ്ട, പറഞ്ഞ പൈസ ഞാൻ കൂടുതൽ പൈസ പറഞ്ഞു, ഒഴിവാക്കാൻ വേണ്ടി കൂടുതൽ പൈസ പറഞ്ഞു. പുള്ളി തരാമെന്നും പറഞ്ഞു. പക്ഷെ പുള്ളി അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഞാൻ പോയി. അപ്പം എനിക്ക് അവിടെ നിന്നുള്ള അവസ്ഥ മനസ്സിലായി. തിരുവനന്തപുരം ഈ സ്പോട്ടിലാണ് നമ്മുടെ ബിഗ് ബസാറിന്റെ നേരെ ഓപ്പോസിറ്റ്, പഴയ ബിഗ് ബസാറിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പം പുള്ളി അവിടെ ചെന്നപ്പോ ആരുമില്ല, ദുരവസ്ഥയാണ്. അപ്പം പുള്ളിക്ക് ആ സാധനം ഇതാക്കുക, വീഡിയോ ഇതായാലേ പുള്ളിക്ക് സെയിൽ കിടക്കുള്ളൂ. അപ്പൊ എന്റെ എന്താ പറയുന്നത്, എന്റെ ഒരു എഫേർട്ടാണ് അതിൻ്റെ അകത്ത് ഞാൻ എടുത്തത്. കാരണം ഞാൻ എന്നെ വരെ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ബ്ലോഗിൽ എത്ര ലക്ഷം ആൾക്കാർ നമ്മൾ ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ ഇത് കാണാൻ പോവാണ്. പക്ഷെ ഞാൻ അത് അങ്ങനെ കാണിച്ചത് കൊണ്ട് അയാൾക്ക് എന്താണ് അവിടെ ഒരു സെയിൽ പ്രൊമോഷനാണ്. അയാള് അത് കട കൂട്ടാൻ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ മോശമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഞാനിപ്പോ ഒരു അണ്ടർ ഗാർമെന്റ്സിന്റെ പരസ്യം, ഞാനൊരു റെഡ് അഡിഡാസിന്റെ ഇത് ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഒരു ജോക്കിയുടെ ഒരു മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് വിൽക്കുന്ന കടയാണ്. അപ്പൊ അത് ഇട്ടിട്ടാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പം അത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, എന്നെ ആ ഒരു ദൗത്യം ഏൽപ്പിച്ച ഒരാളുണ്ടല്ലോ, പുള്ളി പ്രതീക്ഷിക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. അപ്പൊ ആ ഒരു ഇമ്പാക്ട് അയാൾക്ക് അത് കിട്ടുകയും ചെയ്തു. അയാളെ സെയില് കൂടി, അയാള് പുതിയ 2 ഫ്രാഞ്ചൈസി കൂടെ ട്രിവാൻഡ്രത്ത് എടുത്തു. അപ്പൊ അങ്ങനത്തെ കുറെ ഈ ചേഞ്ചസ് എന്ന് പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്. ഈ വീഡിയോ ഇട്ടതിന് ശേഷം ആ ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ആൾക്കാരെന്ന് പറയാണ് അവൻ അതിട്ട് വീഡിയോ, ഞാനൊന്നും കയറിയുന്ന എന്റെ വിഷയമല്ല. കാരണം എന്റെ വിഷയം എന്താണ്, പുള്ളിക്ക് ബിസിനസ് കിട്ടി, പുള്ളി അടുത്ത് വീണ്ടും എനിക്ക് ബിസിനസ് തന്നു. പിന്നെ പുള്ളി തന്നെ വേറെ 2 ഫ്രാഞ്ചൈസി എടുത്തു, അതിന്റെ ഇനോഗ്രേഷൻ ഞാനാണ് ചെയ്യാൻ പോകുന്നത്. അത്തരം രീതിയിലേക്ക് നമ്മൾ റെക്കറിംഗ് ആയിട്ട് നമ്മൾ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് നമ്മൾ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ പിന്നെ ഡസന്റ് മാറ്റർ, ഹെയർ കെയർ എന്നാണ് മലയാളത്തിൽ പറഞ്ഞ വേറെ നമ്മളത് ഹെയർ കെയർ കൊടുക്കും. നമുക്ക് പബ്ലിക്കിന് ഇഷ്ടമാണ്, അവരുടെ വിമർശനങ്ങൾ ഇഷ്ടമാണ്, അവരുടെ സപ്പോർട്ട് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ ഞാൻ പറഞ്ഞല്ലേ, ഈ ഒരു 70 വസന്തങ്ങൾ 60 വസന്തങ്ങൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന, ഇപ്പൊ എന്റെ അമ്മ 1960 ജനിച്ച ആളാണ്. വീട്ടിലെ ഫേസ്ബുക്ക്, ഇപ്പൊ എന്റെ അമ്മയ്ക്ക് കൂടെ കാണാൻ പറ്റുന്ന കണ്ടന്റാണ് ഞാൻ കണ്ടത്. അപ്പൊ അതിന്റെ അകത്ത് നെഗറ്റീവായിട്ട് കാണണമെങ്കിൽ അവർക്ക് കാണാം. എന്ത് നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, എന്ത് കണ്ടാലും. അപ്പൊ ഈ നമ്മുടെ മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു പ്രാവശ്യം ഞാൻ ചാനൽ വർക്ക് ചെയ്യുമ്പോൾ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോ പുള്ളിയുടെ ഷർട്ടിന്റെ ഇവിടെ കീറിയിരിക്കുന്നു. ശ്രദ്ധിച്ചാണ് പലപ്പോഴും പുള്ളി കീറിയ ഷർട്ട്. ഞാൻ ഇത് ഇന്റർവ്യൂ എടുത്തിട്ട് വേറെ 2-3 ജേർണലിസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പുള്ളിയുടെ ഷർട്ട് അതിനുള്ള സമയം പോലും, പുള്ളി ഇവിടെ വന്ന് ബ്ലൈഡ് ഇട്ട് കീറുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ല, പുള്ളി നോർമലി നടക്കുന്ന ഒരാളാണ്. പുള്ളിക്ക് സമയമില്ല, പുള്ളിയുടെ മുടി എടുത്ത് പുള്ളിയുടെ വൈഫാണ് ബ്ലേഡ് വെച്ച് അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട്. അതെ തീർച്ചയായിട്ടും. അത് അറിയാതെ ആയിരിക്കും പറയുന്നത്, ചുമ്മാ പറയുന്നതായിരിക്കും. ചേട്ടനെ ബ്ലോഗ് എല്ലാവർക്കും ഓരോ കോൺട്രവേഴ്സീസ് വരുന്ന ബ്ലോഗാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ചന്ദനത്തോപ്പിൽ ഒരു ഷോപ്പിൽ, പേര് പറയണ്ട, നമ്മളൊരു ഫർണിച്ചർ ഷോപ്പിന്റെ ചെയ്തു. അത് നട റോഡിൽ ബെഡ് വിരിച്ചിട്ടാണ് ചേട്ടൻ ചെയ്തത്. വണ്ടി മൊത്തം ബ്ലോക്ക് ആക്കിയിട്ട്
അവിടെ എല്ലാരും പറയുന്നത് KSRTC ഉൾപ്പെടെ ചേട്ടന് കംപ്ലൈന്റ് കൊടുത്തു, പോലീസ് കേസ് എടുത്തു എന്ന് പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ അത്. അപ്പൊ ഈ ഒരു കോൺട്രവേഴ്സി, എല്ലാ വ്ളോഗും കോൺട്രവേഴ്സി ആവുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കോൺട്രവേഴ്സി മീൻസ് അത് ഹിറ്റ് ആവുന്നു എന്നുള്ളതാണ് അനീഷ് ഉദ്ദേശിച്ചത്. അതിന്റെ ഒരു പോസിറ്റീവ് അല്ലേ? കാരണം എല്ലാം വൈറലാവും. ഒരു നമ്മളൊരു 5 to നമ്മളിപ്പം ഒരു 100 വ്ളോഗ് എടുത്ത് നോക്കിയാൽ അതിൽ 10 million 15 million അങ്ങനെ പോകുന്ന കുറെ വ്ളോഗ്സ് ആണ് കൂടുതൽ 100 എടുത്ത് നോക്കുമ്പോൾ. അപ്പോഴ് അത് ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റും അത്രയും നല്ലത്. ഇപ്പൊ റോഡിന്റെ നടുക്ക് മെത്തയിട്ടു, അല്ലെങ്കിൽ KSRTC വന്നുപോയി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തല്ല. ആ ഷോപ്പിനെ പ്രതിപാദിപ്പിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ടാക്കി അയാൾക്ക് സെയിൽ ഉണ്ടാക്കാം. ആ ഒരു വീഡിയോ കൊണ്ട് അയാൾ 2 കോടി രൂപ സെയിൽ നടന്നെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ പേഴ്സണലി വിളിച്ചിട്ട് കണ്ട് ഇത് തന്നിട്ട് ആ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയ ഇട്ടിട്ടുണ്ട്. ആ ഒറ്റ വീഡിയോ കൊണ്ട് പുള്ളിക്ക് 2 കോടി രൂപ സെയിൽ നടന്നിട്ടുണ്ട്. എനിക്ക് ഉത്തരം അതേ ഉള്ളൂ. ഞാൻ ആ എടുക്കുന്ന എഫേർട്ടിന്റെ ഫലം പുള്ളിക്ക് കിട്ടുന്നുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട്. എനിക്കത് മാത്രമാണ് ഞാൻ 2 കോടി ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. പുള്ളി എന്നെ വിളിച്ചിട്ട് സ്പെഷ്യലി ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നതാണ്, ഒരു സമ്മാനമൊക്കെ തന്നതാണ്. സമ്മാനം എന്താണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ പുള്ളിയുടെ സന്തോഷം കൊണ്ടതാണ് ആ സമ്മാനം. പുള്ളി എന്നെ വിളിച്ച് അത് പറയുന്നതായിട്ട് ഒരു വീഡിയോ പുള്ളി തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം എന്റെ ഷോപ്പിൽ മുകേഷ് ചേട്ടൻ വന്ന വീഡിയോ ചെയ്ത് 2 കോടിയിൽ പരം ബിസിനസ് നടന്നു ഒറ്റ വീഡിയോ കൊണ്ട് 1 മാസം കൊണ്ടാണ്. അതാണ് നമ്മുടെ അതിനുള്ള ഉത്തരം. ഞാനെടുത്ത എഫേർട്ടാണ്. റോഡില് റിസ്ക് അല്ലേ നമ്മൾ എടുക്കുന്നത്. റോഡിൽ മെത്തേഡ് കേസ് എടുത്താൽ കേസാണ്, അല്ലെങ്കിൽ ബസ് ഒന്ന് തട്ടിയതാണ്. പക്ഷെ അത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് ആൾക്കാരെ നെഗറ്റീവായിട്ട് കാണുന്നവരും നെഗറ്റീവായിട്ട് കാണാം, അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അത് വേറെ ആരും ഇതുപോലുള്ള കണ്ടന്റുകൾ ഇത്രയും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ഞാനെപ്പോഴും 2 സൈഡും ഒരുപോലെ കേൾക്കുന്ന ആളാണ്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഇത്രയും കമന്റുകൾക്ക് മറുപടി കൊടുക്കാനൊന്നും പോറില്ല. പിന്നെ എന്റെ കണ്ണിൽ കാണുന്ന കമന്റ് ആണെങ്കിൽ ഞാൻ തീർച്ചയായും മറുപടി കൊടുക്കാറുണ്ട്. സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ പോപ്പപ്പ് വരുന്നത് നമ്മൾ കാണുവാണെങ്കിൽ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ പർപ്പസ്ഫുള്ളി ഇരുന്ന് നെഗറ്റീവ് പറയാൻ വരുന്നവരുണ്ട്, അവർക്ക് കൊടുക്കാറുണ്ട് ഒരു വിഭാഗം. പിന്നെ എന്റെ പേര് മുകേഷ് നായർ ആയതുകൊണ്ട് മാത്രം എന്നെ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട്, എന്നെ ടാർഗറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അത് എന്റെ തെറ്റല്ലല്ലോ. എന്റെ പേര് മുകേഷ് എം നായർ എക്സ്പാൻഡഡ് മുകേഷ് മുരളീധരൻ ആരാണ്. അത് എന്റെ തെറ്റല്ലല്ലോ. എന്റെ പാരന്റ്സ് അവരുടെ പേര് എങ്ങനെ ആയി പോയത്, ഞാൻ ഇന്ന ഒരു ജാതിയിൽ ജനിച്ചത് എന്റെ കുറ്റമല്ലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് സെന്റർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിലൊക്കെ മാത്രം കണ്ടന്റുകൾ നോക്കി വന്നിട്ട് ചെയ്യുന്നവരുണ്ട്. എനിക്കങ്ങനെ എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ഒരുപാട് നല്ല മറ്റ് മതസ്ഥരും മറ്റു ജാതികളുണ്ട്. അപ്പൊ അവരെ അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷെ നമ്മൾ ഈ കണ്ടന്റ് ക്രിയേറ്ററായിട്ട് വരുന്ന സമയത്ത് ആൾക്കാർക്ക് അതൊരു എന്താ പറയാ ഒരു നെഗറ്റീവായിട്ട് കാണുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. ചേട്ടാ അതുപോലെ തന്നെ ഈ സെൽഫി എടുത്തിട്ട് റെക്കോർഡ് സൃഷ്ടിച്ചോ? റെക്കോർഡെങ്കിലും വന്നിട്ടുണ്ടോ? എല്ലായിടത്തും സെൽഫി എടുക്കും. അങ്ങനെ ദുബായിൽ എന്തൊക്കെ ഒരു സമ്മാനങ്ങൾ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവിടൊക്കെ സെൽഫി എടുത്ത് അവിടെയൊക്കെ റെക്കോർഡ് കൊടുക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കുന്നു പറഞ്ഞിട്ട് ആ സത്യമാണോ? അങ്ങനെ ഉണ്ടോ? അല്ല, ഒരുപാട് നമ്മളുടെ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ. അതെ അതെ അതെ. നമ്മളങ്ങനെ കൗണ്ട് ചെയ്തൊന്നും നോക്കാറില്ല. പക്ഷെ വലിയ സന്തോഷമാണ്. കാരണം ഞാൻ ആരും എടുക്കാൻ വന്നാലും അത്രയും നമ്മൾ ഇറങ്ങി എടുത്തിട്ട് പോകുന്ന ഒരാളാണ്. കാരണം നമ്മളടുത്ത് ഇഷ്ടമുള്ളതുകൊണ്ട് അവർ വരുന്നതാണ്. എത്ര തിരക്കാണെങ്കിലും പൊതുവെ എനിക്ക് ഇതിന്റെ എന്താ പറയാ, ഇപ്പൊ തന്നെ നമ്മൾ ഇന്റർവ്യൂ ഇരിക്കുമ്പോൾ സെറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ സെറ്റ് ചെയ്യുന്ന ആളാണ്. അത് അങ്കിൽ കൂടി പോലും നമ്മൾ വെളിയിറങ്ങി അത്രയും എടുത്തിട്ടേ നമ്മൾ റെക്കോർഡിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ ഒന്നും ചോദിക്കാറില്ല. ഈയിടയ്ക്ക് ഒരു വേൾഡ് റെക്കോർഡ് യൂണിയനിലെ ഇനോഗ്രേഷൻസ് നമ്പർ ഓഫ് ഇനോഗ്രേഷൻസ് കൂടുതൽ ഒരു വർഷത്തിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവര് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നു. അവര് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസർ ഇത്രയും അധികം ഇനോഗ്രേഷൻ ചെയ്ത വേറെ ആരും ഇല്ലെന്നാണ് അങ്ങനെയാണ് അവരെ കോൺടാക്ട് ചെയ്തത്. 11 ദിവസം 18 ഇനാഗ്രേഷൻ എന്ന് പറയുമ്പോൾ ദിവസം ഇപ്പൊ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്ത്? ദിവസം 2-3 വരും അല്ലേ? ഒന്നും ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവാറുണ്ട്. അതെ, ഈ 11 ദിവസത്തില് ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഇന്നലെ തന്നെ നമ്മൾ കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ തന്നെ 3 പരിപാടി ഉണ്ട്. ഞാൻ വിളിച്ചപ്പോ കൊച്ചിയിലാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനത്തെ നമ്മളെ വേണമെന്ന് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അങ്ങനെ നമ്മളവിടെ പോയി ചെയ്യുകയും ചെയ്യും. നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും കൊച്ചിയായാലും കണ്ണൂരായാലും
കോഴിക്കോടായാലും പോയി ചെയ്തു. ഇഷ്ടമാണതല്ലേ? പിന്നെ തീർച്ചയായിട്ടും നമ്മളെ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അവർ വിളിക്കുന്നത്. എനിക്കൊന്ന് ചേട്ടൻ അങ്ങനെ അധികം പൈസ വാങ്ങിച്ചിട്ടല്ല എല്ലായിടത്തും പോകുന്നത്, എനിക്ക് പേഴ്സണലി അറിയാം. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ പ്രൊമോഷന്റെയും അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കാര്യങ്ങളും കൊച്ചുണ്ടി ലൈൻ കീപ്പ് ചെയ്ത ആളാണ്. ഉള്ള നല്ല വലിയ ബ്രാൻഡാണ്, നല്ലോണം കാശ് മേടിക്കുക. ഇല്ലാത്തവർക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നില്ല. അല്ല, അതെനിക്കറിയാം, ഞാൻ 2-3 ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ചേട്ടാ. അതുപോലെ തന്നെ കേരളത്തിലുള്ള ഇന്ത്യയിലല്ല ആരും ഇന്ന് വരെ ഹണി റോസിന് ഹണിയും റോസും കൊടുത്തിട്ടില്ല ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട്. ആ ഇനാഗ്രേഷൻ വെച്ചിട്ട് ഹണിക്കൊരു പ്രത്യേക ഒരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഹണി കൊടുത്തു, അതും ബ്രാൻഡഡ് ആയിട്ടുള്ള പക്കായിട്ടുള്ള ഹണി കൊടുത്തു, പിന്നെ റോസും കൊടുത്തു അല്ലെ. അപ്പൊ അതെന്താണ് അങ്ങനെ കൊടുക്കാനുള്ളൊരു ഇതുണ്ടായത്? ഹണി റോസിനെ ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു സ്ത്രീയാണ്. ഈ പറയുന്ന കണക്ക് എന്താണ് ഭയങ്കര പോസിറ്റീവാണ്. ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് ഹണി റോസിനെ വർഷങ്ങൾക്ക് മുമ്പ് അറിയാം. ഹണി റോസ് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്, നമ്മുടെ കനൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സമയത്ത് ഏരീസിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പൊ പോലെ അറിയാം. അപ്പം നമ്മുടെ ലൊക്കേഷനിൽ അത് ഖത്തറിലാണ് എന്റെ കുറെ ഷൂട്ടൊക്കെ നടന്നത്. എന്റെ ബോസ് സോഹൻഡ്രോ, എന്റെ സിഇഒ, ഞാൻ സിഇഒ ആണ്, പുള്ളി എന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അറിയാം. പക്ഷെ അതിനൊക്കെ ശേഷം ഹണി റോസ് ഈ ഒരു ഉദ്ഘാടന പരിപാടികളിലേക്ക് വരുമ്പോൾ വീണ്ടും ഞങ്ങള് പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷം കാണുന്നത് അങ്ങനെ ഒരു ഫസ്റ്റ് ഉദ്ഘാടനം. പിന്നെ കാണുന്നത് എക്സൈറ്റ്മെന്റ് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നത് പുള്ളിക്കാരിക്ക് അറിയാം, പുള്ളിക്കാരി വരുന്നത് എനിക്കും അറിയാം, രണ്ടുപേരും പരസ്പരം അറിയാം. പക്ഷെ പുള്ളിക്കാരി നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മൾ സർപ്രൈസിംഗിൽ കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പേഴ്സണലി കൊടുക്കാൻ പോയതാണ്. പക്ഷെ എനിക്ക് നേരത്തെ ആങ്കർ പുള്ളിക്കാരി എടുത്ത് ഞാൻ പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരി അത് പബ്ലിക് ആയിക്കളാം എന്തോ ആ പബ്ലിക് മൊമെന്റ് നശിപ്പിച്ചു. ആങ്കറിനോട് പറഞ്ഞത് കയ്യിൽ ബോക്സ് ഒക്കെ ഇരിക്കുന്നത് ഞാൻ ഹണിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നത്. മെയിലോ ഫീമെയിലോ പറഞ്ഞത്? ഫീമെയില്. അപ്പൊ അവളെടുത്ത് വെച്ചാൽ എന്താണ് ഈ സാധനം? അപ്പൊ ഞാൻ ഇത് ഹണിയും റോസും ആണ്, സ്പെഷ്യൽ ഹണി എന്നൊക്കെ എല്ലാം അവള് കഥയെല്ലാം പറഞ്ഞു കൊടുക്കും. ശരി കയറിയപ്പോ നിങ്ങൾ പറഞ്ഞതിന് പറഞ്ഞത്. പക്ഷെ അത് നല്ലൊരു മൊമെന്റ് ആയിരുന്നു. ഞാനത് യൂട്യൂബിലാണ്, ഞാൻ ചാനൽ വഴിയാണ് അത് കണ്ടത്. അതുപോലെ തന്നെ ചേട്ടൻ ഒത്തിരി ബ്രാൻഡുകൾ ചേട്ടൻ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഏരീസ് പട്ടോടി, അത് അവർക്ക് ക്രിക്കറ്റ് ടീമുണ്ട്, പുനലൂരാണ് അത് ഉള്ളത്. ഇപ്പൊ ഞങ്ങളൊക്കെ കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങളിപ്പോ സിഇഒ ആണ്. ഈ സിഇഒ കൂടെ അതിന്റെ കൂടെ തന്നെ ഈ ബ്ലോഗ് കൂടെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചേട്ടാ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? അല്ല, ഞാനും ഒരു ബ്ലോഗിങ് വളരെ ഫുള്ളി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിംഗിലേക്ക് ഫുള്ളി സ്ട്രോങ് ആയിട്ട് കടന്നപ്പോഴ് ഞാൻ ഏരീസിന്റെ ഫുൾ ടൈം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്നുള്ള മാതിരി കൺസൾട്ടന്റ് ആയിട്ടാണ്. കാരണം എനിക്ക് ഫുൾ ടൈം അതിനോട് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്. എന്തെങ്കിലും ഓപ്പറേഷനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൺസൾട്ടന്റ് ആയിട്ട് ഇരുന്നിട്ടാണ് അത് ചെയ്യുന്നത്. എങ്കിലും സാലറി തന്നെയാണോ അതോ? അല്ല, കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ബെയർ ബേസ് മിനിമം സാലറി എപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ചിട്ട് മറ്റു കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഏരീസ് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ, എന്റെ കരിയറിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ തന്ന ഒരു സ്ഥലമാണ്. കാരണം എന്നെ ഞാനായിട്ട് എനിക്ക് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. എന്റെ കരിയറിൽ ഒരുപാട് ഗുണം തന്ന ഒരു സ്ഥലമാണ്. എന്നെ ഒന്ന് എന്താ പറയാ, നമ്മൾ ഈ ഉടച്ചു വാർത്തൊക്കെ എടുത്ത ഒരു സ്ഥലമാണ്. ഒരു അടുക്കും ചിട്ട ഇല്ലായിരുന്ന നമ്മളെ ഒരു അടുക്കും ചിട്ടയുള്ള നല്ലൊരാളാക്കി മാറ്റിയ നല്ല സ്ഥലമാണ്. കാരണം അങ്ങനെ ഒരു കൾച്ചറാണ് ഏരീസിന്. ഏരീസിൽ ഒരുപക്ഷെ ഏരീസിൽ പോയി ഞാൻ വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഒരു വിഷമം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അതിൽ നിന്നാണ് കയർ ചെയ്തല്ലേ, അതിൽ നിന്ന് ചോട്ടുപടിയിലാണ് വന്നത്. ഏരീസ് ആണ് എന്നെ ഒരു തീർച്ചയായിട്ടും നമ്മുടെ സോഹൻഡ്രോ അദ്ദേഹമാണ് നമ്മളെ ഇത്രയും സപ്പോർട്ട്. ഒരുപാട് രാജ്യങ്ങൾ ഞാനിപ്പം ഏരീസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് കൂടി പോയി 10 രാജ്യങ്ങൾ ഇനി പോയിട്ടുണ്ടായിരിക്കും. ഏരീസ് ജോയിൻ ചെയ്തതിനും ഒരു 40-ലധികം രാജ്യങ്ങളിൽ നമുക്ക് പോകാനുള്ളത്. കാരണം യൂറോപ്പ് തന്നെ കുറെ കറങ്ങാൻ പറ്റി, കാൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോകാൻ പറ്റി, മിഡിൽ ഈസ്റ്റ് കുറെ കറങ്ങാൻ പറ്റി. ഇതെല്ലാം ഏരീസിന്റേതായ ഒരു ഓൾമോസ്റ്റ് എല്ലാം. പിന്നെ എപ്പോഴും ദുബായിലാണല്ലോ നമ്മുടെ ഓഫീസ്, നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഏരീസിന്റെ ഒരു സത്യം പറഞ്ഞാൽ ഏരീസ് ആണ് നമ്മുടെ ഒരു എന്താ പറയാ ചവിട്ടുപടി. ഇനി എന്നാണ് ദുബായിലേക്ക്? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ, ഒരാഴ്ചയേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത ആഴ്ച ഞാൻ അവിടെ ദുബായില് സുഹൃത്തുക്കളുമായിട്ട് ചേർന്നിട്ട് ഒരു 3 ബാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാ? ദുബായില് ദേറയിലുണ്ട്, അൽറിഗയിലുണ്ട്. 2 ദേറയിലും 1 അൽറിഗയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിനുമ്പ് ഞാൻ വന്നപ്പോ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് സാധനം കേട്ടോ. ഇത് എന്ത് സാധനമാണ്? എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. നല്ലാണോ കൊമ്പാണോ? ഫോറസ്റ്റ് അടുത്ത പുതിയ അതല്ല, ഇത് നമ്മുടെ ഞാനൊരു ജോലിയുടെ പ്രൊമോഷൻ ചെയ്തപ്പോ അവർക്ക് ഒരു എനിക്ക് തോന്നുന്നു
ബിസിനസ് ഭയങ്കരമായിട്ട് നടന്നപ്പോ അവര് സന്തോഷത്തിന്റെ പേരിൽ ഗിഫ്റ്റ് ചെയ്തൊരു സാധനമാണ്. ആണല്ലേ ചേട്ടാ? അപ്പൊ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ വൈറലാവാൻ വേണ്ടി എന്തെങ്കിലും രണ്ടു വാക്ക് നമ്മുടെ പ്രേക്ഷകരോട്. സത്യമായിട്ട് നമ്മൾ ഇത് ഒരു സാധനം വൈറലാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ വൈറലാക്കാൻ വേണ്ടിയിട്ടോ ഒരു സാധനം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറില്ല. നമ്മൾ എടുക്കുന്ന എഫേർട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓരോ സാധനങ്ങൾ കണ്ടന്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് പെയിൻ എടുക്കുന്ന ഒരാളാണ്. കാരണം ആ വീഡിയോ കണ്ടിട്ട് അവർക്ക് ബിസിനസ് നടന്നിട്ട് വേണം അവര് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. എന്നെ ആ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നവരോട് എനിക്ക് മിനിമം തിരിച്ച് കാണിക്കേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട്, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഒരു സാധനം ഞാൻ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വൈറലാവാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. വൈറലായി പോകുന്നതാണ്, ഓട്ടോമാറ്റിക്കലി പോകുന്നതാണോ? ശരി, മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകരോട് എന്താ ചേട്ടൻ പറയാനുള്ളത്? സന്തോഷം. മൂവി ഓൺ വേൾഡ് പ്രേക്ഷകർക്ക് നന്ദി. കാരണം എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നെ, കാരണം ഓരോ ഇന്റർവ്യൂവും ഓരോ അവസരങ്ങളാണ് നമുക്ക് ഓരോന്ന് തുറന്നു പറയാനും ഒരുപക്ഷെ നമ്മൾ ഒരുപക്ഷെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഇനിയും നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ പോസിറ്റീവും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം നമുക്ക് വേണം. പക്ഷേ ഈ പറയുന്ന വിമർശനങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങൾ തരിക എന്നുള്ളതാണ്. അൺഹെൽത്തി ആയിട്ട് എന്നെ വിമർശിക്കുന്നവർക്കെല്ലാം ഞാൻ അതിന്റെ മറുപടിയും കൊടുക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. തീർച്ചയായിട്ടും. അല്ല, അപ്പം നമ്മള് ഹെൽത്തി ആയിട്ടുള്ള എല്ലാ വിമർശനങ്ങളെയും അല്ലെങ്കിൽ കമന്റ്സ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണ്, അൺഹെൽത്തി ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ ഞാൻ പറയാം, വിമർശനങ്ങൾക്ക് പോലും ഒരു 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 എന്താ പറയാ, ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വിട്ടിട്ട് ആൾക്കാര് കമന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മളുടെ ലിമിറ്റ് വിടുന്നത്. അതിനൊന്നും യാതൊരു മടിയില്ലാത്ത ആളാണ്. ഈ കമന്റ് ഇട്ടവരെ തിരിച്ച് കമന്റ് ഇടിപ്പിച്ചിട്ട് അവന്റെ അക്കൗണ്ട് വരെ പൊടിച്ചു ഞാൻ കളഞ്ഞിട്ടുണ്ട്. അതൊന്നല്ല, അവസാനം മറ്റേ ഇതൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. അക്കൗണ്ടൊക്കെ പൊട്ടി പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമയമല്ലേ ഇപ്പൊ, അതുകൊണ്ട് ഇല്ല, നമ്മൾ അതിൽ നോക്കേണ്ട കാര്യമില്ല. കമന്റ്സ് വന്നിട്ടല്ലോ വരും. പക്ഷെ ചിലതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് എന്റെ കൂടെ ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹർട്ടാവാം. കാരണം നമ്മള് കൂടെ അവരൊരു ഇത് ചെയ്യാൻ വരുമ്പോ ഇപ്പൊ അവർക്കൊരു റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും അവർ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും വരുന്നത്, അവർക്ക് കൂടുതൽ ഇതിന് വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അവരെയൊക്കെ ഇത് ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് കൂടുതൽ ഹർട്ടാവും. നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവർ നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യലും പിന്നെ വേറെ ആരാണ്? തീർച്ചയായിട്ടും അങ്ങനെ നമ്മളെ വിശ്വസിച്ചല്ലേ അവർ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മുകേഷ് വളരെ സന്തോഷം, നമുക്ക് ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ചൊരു ഇനാഗ്രേഷന്റെ ഇടയ്ക്കാണ് നമുക്ക് വന്നത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള 2024 താങ്കളുടേതാവട്ടെ. ഈ കഴിഞ്ഞ വർഷം ചെയ്തതിനെക്കാട്ടിലും ഇരട്ടിയുടെ ഇരട്ടി ഇനാഗ്രേഷൻസ് വരട്ടെ. സിനിമയിലേക്ക് ക്ഷണം കാണും, ഉറപ്പായിട്ടും കാണും. അത് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് കാണാനായിട്ട്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പൊ ഇനി ചെറിയ ചെറിയ പിണക്കങ്ങളായിട്ട് യൂട്യൂബായിട്ട് ഇങ്ങനെ പോട്ടെ. നന്നായിട്ട് വരട്ടെ. ഈ വർഷം താങ്കളുടേതാവട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. 2024 ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. അപ്പൊ എനിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ആശീർവാദം തന്നോളൂ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.